UDFിൻ്റെ വേങ്ങരയിലെ സ്ഥാനാർത്ഥി ശ്രീ കെ എം ഷാജിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണം ആദ്യഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ആത്മവിശ്വാസം? അല്ല, ആത്മവിശ്വാസത്തോടു കൂടിയാണ് വേങ്ങരയിൽ വന്നത്. നല്ല ആത്മവിശ്വാസം തന്നെയാണ്. അത് വേങ്ങരയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ UDFന് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അത് കുറേ കൂടെ പ്രകടമായിട്ട് വേങ്ങരയിൽ പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്തായാലും അവസാനത്തെ ലാപ്പ് വരെ പ്രവർത്തിക്കുക, വേങ്ങരയിലെ മുഴുവൻ ജനങ്ങളുടെയും വോട്ടുകൾ എങ്ങനെ നമുക്ക് കിട്ടാനാവും എന്ന് പരീക്ഷിക്കുകയൊക്കെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആ പ്രക്രിയയിലാണ് ഇപ്പോൾ ശരിക്കും ഉള്ളത്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവർ പ്രധാനമായിട്ടും പറയുന്നത് നാട്ടുകാരനെ ഒരു സ്ഥാനത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്നു, ഷാജി ഈ നാട്ടുകാരനല്ല, പുറമേ നിന്ന് വന്ന ആളാണ് എന്ന്. അങ്ങനെ ഒരു പ്രചാരണത്തെ എങ്ങനെ കാണുന്നു? അങ്ങനെ ഒരു പ്രചരണം നടന്നിരുന്നെങ്കിൽ VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകുമായിരുന്നില്ല. ആലപ്പുഴയിൽ നിന്ന് വന്ന VS അച്യുതാനന്ദൻ ജയിക്കുന്നത് പാലക്കാട് നിന്നാണ്. സ്വരാജ് നിലമ്പൂരിൽ തോൽക്കുമ്പോൾ എറണാകുളത്ത് ജയിക്കുകയാണ്. ഇതൊക്കെ എന്താ പറയുക, രാഷ്ട്രീയമെന്ന് പറയുന്നതിനെക്കുറിച്ചോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എവിടേക്കാണെന്ന് അറിയാത്ത ഏതോ ഫുട്ബോൾ ക്ലബിലേക്കായിരിക്കും എന്ന് കരുതുന്നതിൻ്റെ കുഴപ്പമാണ്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരള നിയമസഭയിലേക്കാണ്. കേരളത്തിലെ 140 പേരെ നിയമ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ വേങ്ങരയിൽ സംഭവിക്കുന്നത് ഒരു തരം തമാശയാണ്. ഇത്തരം തമാശകൾ ഇപ്പോൾ കണ്ണൂരിലൊക്കെ പോകുമ്പോൾ നമുക്ക് രാഷ്ട്രീയം പറയാനുണ്ടായിരുന്നു. വേങ്ങരയിൽ പക്ഷേ രാഷ്ട്രീയം പറയാനുള്ള അവസരം പോലും ഇല്ലാത്ത ചെറിയ തമാശകൾ. വേങ്ങരക്കാരനാണ്. വേങ്ങര അങ്ങാടിയിൽ ഒരു സ്റ്റാച്യു ഉണ്ടാക്കി വെക്കാനല്ല ഈ തെരഞ്ഞെടുപ്പ്. കേരള നിയമസഭയിൽ വേങ്ങരയടക്കം കേരളത്തിന് വേണ്ടി സംസാരിക്കാനുള്ള ഒരാളെയാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ കോഴിക്കോട് നിന്ന് 40 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്താവുന്ന എനിക്ക്, അതാണോ ദൂരെങ്കിൽ ഞാൻ വേങ്ങരയിൽ വീടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേങ്ങരയിലാണ് താമസിക്കുകയും ചെയ്യുന്നത്. ഞാൻ വേങ്ങരയിലുണ്ടാവും. വേങ്ങരയിൽ ഉറപ്പായിട്ട് ഞാൻ 5-10 കൊല്ലം കണ്ണൂരിലുണ്ടായിരുന്നല്ലോ. എൻ്റെ പേരിലെ വീട് ഞാൻ വിറ്റിട്ടാണ് കൊണ്ടുപോകുന്നത്. ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു തമാശയാണ്. ഒരു തരം ഒരു ചെറിയ ന്യായങ്ങൾ പറയുക. ഇതൊരു പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അവരഭിമുഖീകരിക്കുന്ന എന്തെല്ലാം പ്രശ്നമുണ്ട്. ഇന്നുവരെ അവരുടെ സ്ഥാനാർത്ഥി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇറാനിൽ നടക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച്, അമേരിക്കയോട് ഇന്ത്യ എടുക്കേണ്ട നിലപാടിനെക്കുറിച്ച്, ഇപ്പോൾ ആ യുദ്ധത്തെ ലഘൂകരിക്കാൻ വേണ്ടി റഷ്യയും ഒരുപക്ഷെ അയൽ രാജ്യമായ പാകിസ്ഥാനും തുർക്കിയുമൊക്കെ അതിലിടപെടുകയാണ്. അതിനെക്കുറിച്ചൊരു വാക്ക് പറയാൻ പോലും ഇല്ലാത്ത, ധാരണകളില്ലാത്ത കുറേ ആളുകളുടെ തെരഞ്ഞെടുപ്പാണിത്. ഞങ്ങൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. വേങ്ങരക്കാർ പൊതുവേ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല യങ്സ്റ്റേഴ്സ് കുറേ ഉണ്ട്. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. ഒരു ഗുരുതരമായ ആക്ഷേപം അങ്ങയുടെ പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. SDP-യും പിണറായി വിജയനും ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എന്താ സംശയം? പിണറായി വിജയനും SDP-യും തമ്മിൽ ഉണ്ടാക്കിയ ഡീൽ വോട്ട് ഡീലാണ്. പക്ഷേ അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയൊരു കോൺട്രാഡിക്ഷൻ ഇഷ്യൂ ഉണ്ട്. കാരണം BJP-യുമായിട്ട് ഇവർക്ക് ഡീലുണ്ട്. അതെങ്ങനെയാണ് SDP-യും BJP-യും തമ്മിൽ എങ്ങനെയാണ് ഡീൽ ഉണ്ടാവുക എന്നൊരു സംശയം ഉണ്ടാവാമല്ലോ. ഡീല് കൃത്യമാണ്. SDP-യുടെ എല്ലാ നേതാക്കന്മാരും ജയിലിലാണ്. അതെവിടെയാണ്? കേന്ദ്രത്തിലാണ്. NIA-യുടെ കസ്റ്റഡിയിലാണ്. അവരെ അവിടുന്ന് വിടണമെങ്കിൽ ഇപ്പം വിചാരിക്കേണ്ടത് മോദിയും അമിത്ഷായുമാണ്. കേരളത്തിൽ മോദിയോടും അമിത്ഷായോടും ആത്മബന്ധം പുലർത്തുന്ന ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. പേര് രാജീവ് ചന്ദ്രശേഖരൻ എന്നല്ല, പിണറായി വിജയൻ എന്നാണ്. ആ പിണറായി വിജയനുമായി SDP ഉണ്ടാക്കിയ ഡീല് ഒരു വലിയ ഡീലാണ്. എന്ത് വൃത്തികേട് കാണിച്ചു 3-ാം തവണയും വരാമെന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷേ അത് ജനങ്ങൾക്ക് ബോധ്യമായി എന്നുള്ളതാണ്. ഇപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയാം. ഇവിടെ തിരുവനന്തപുരത്ത് ശിവൻകുട്ടി മത്സരിക്കുന്നിടത്ത് ഞങ്ങൾ SDP-യുടെ വോട്ട് ചോദിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി ഞങ്ങളോട് ശിവൻകുട്ടിയുടെ ആളുകൾ വോട്ട് ചോദിച്ചു എന്ന് SDP പറഞ്ഞു. മുഖ്യമന്ത്രി എന്താ മറുവാക്ക് പറയാത്തത്? എന്താ പറയാൻ പറ്റാത്തത്? കള്ളത്തരങ്ങൾ കൊണ്ട് ജയിച്ചു വരാമെന്ന് വിചാരിക്കുന്ന മുഖ്യമന്ത്രി ഒരു അഴിമതിക്കാരനാണ്. അയാളൊരു തനി രാഷ്ട്രീയ കൊള്ളക്കാരാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു കടുത്ത നുണയനാണ് എന്നുകൂടെ പിന്നെയും തെളിയിക്കുകയാണ്. ഈ വേങ്ങര മണ്ഡലത്തിൽ SDP-ക്ക് വോട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. ആ വോട്ടുകളൊന്നും അങ്ങേക്ക് ഇത്തവണ വേണ്ട എന്നാണോ പറയുന്നത്? SDP-യുടെ വോട്ടുണ്ടോ ഇല്ല എന്നുള്ളതല്ല. ഈ രാജ്യത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന, മതങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയുടെ വോട്ടും വാങ്ങിയിട്ട് ജയിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് എന്തായാലും ഇല്ല. SDP-യുടെ ആയിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. SDP-ഐ എന്നെക്കുറിച്ച് പറയുന്നത് ഞാനൊരു മുസ്ലിം വിരുദ്ധനാണെന്നാണ്. CPM തെരഞ്ഞെടുപ്പിൽ പറയുന്നത് ഞാൻ ഒരു മുസ്ലിം വർഗീയവാദിയാണെന്നാണ്. ഇതിലേതാണ് ശരിയെന്ന് ഒരു തീരുമാനിക്കാൻ നോക്കട്ടെ. ഞങ്ങളുടെ വോട്ടുകൾ എന്തായാലും അത് എടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. അതിൽ ജനങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ വിശദീകരിക്കാൻ ഞങ്ങൾക്ക്. തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ ഷാജി വർഗീയവാദി, ഇപ്പോഴാരാ വർഗീയവാദി? എവിടെ എത്തി നിൽക്കുന്നത്? SDP-യുടെ അവിശുദ്ധ ബാന്ധവത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വേങ്ങരയിലെ ചിഹ്നം എന്താണ്? മലപ്പുറത്തെ SDP-യുടെ ചിഹ്നം എന്താണ്? കത്രിക. കേരളത്തിലെ മുഴുവൻ SDP-കാരും മത്സരിക്കുന്നത് കത്രിക അല്ലേ? അപ്പോൾ ഇതെങ്ങനെ, എത്ര പരസ്യമായിട്ടാണ് ഈ ബാന്ധവം? രണ്ടാമത് മലപ്പുറത്തെ SDP-യുടെ സ്ഥാനാർത്ഥി വേങ്ങരയിലെ സ്ഥാനാർത്ഥി പറയണത്, എനിക്ക് കഴിഞ്ഞ തവണ
മത്സരിച്ചപ്പോൾ SDP-യുടെ പിന്തുണയോടെ മത്സരിച്ചപ്പോൾ 11,000 വോട്ട് കിട്ടി. ഇടതുപക്ഷത്തിന് ഇത്ര വോട്ട് കിട്ടി. ഈ രണ്ടും വോട്ടും കിട്ടിയാൽ പിന്നെ UDF-ലേക്ക് എത്താൻ ഒരു 10-15,000 വോട്ട് പോരെ എന്നാണ് ചോദ്യം. ചോദ്യമല്ല ഞാൻ പറയുന്നത്, അതിനകത്തൊരു ഉത്തരമുണ്ട്. എന്താണ്? SDP-യുടെ കിട്ടിയ വോട്ടും ഇടതുപക്ഷത്തിൻ്റെ വോട്ടും ഒരു പെട്ടിയിലേക്ക് വീടാൻ പോകുന്നു എന്നതാണ് അതിലെ ഡീലാണ്, ക്ലിയർ ഡീലാണ്. അതുപോലെ തന്നെ അങ്ങയുടെ പ്രസംഗങ്ങളാണ് ഏറ്റവും അധികം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷക്കാരെ ഷെയർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് മതത്തെക്കുറിച്ച്, മതമാണെന്ന് പറഞ്ഞതിന് എങ്ങനെ കാണുന്നു? ഈ പണ്ട് പറഞ്ഞതൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നമായിരുന്നു വരുന്നുണ്ടോ? 4 വർഷം മുമ്പ് നടത്തിയ ഒരു പ്രസംഗം, അതിൻ്റെ കോൺടെക്സ്റ്റ് വ്യത്യാസമുണ്ട്, അതിൻ്റെ മാറ്റർ വ്യത്യാസമുണ്ട്. മതമല്ല പ്രശ്നം എന്ന് പറയുന്ന SFIയോട് കേരളത്തിൻ്റെ ക്യാമ്പസുകളെ അധാർമികവൽക്കരിക്കുന്ന ലിബറലിസത്തിൻ്റെ പേരിൽ ഒരു സെക്ഷൽ അരാജകത്വം പോലും, ഒരു അനാർക്കി പോലും ക്യാമ്പസിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച SFIയോട് ഞങ്ങൾക്ക് മതമുണ്ട്, മതമാണ് ഞങ്ങളെ സംസ്കരിച്ചത്, മതമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പതിരും ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ പ്രസംഗമാണ് അവർ എടുത്തു കൊണ്ടുവന്നത്. പിന്നെ ഈ മതമൊരു വിഷയമല്ല എന്ന് പറയുന്നത് അവർക്ക് ഗാന്ധിജി അറിയാത്തത് കൊണ്ടാണ്, ഇന്ത്യ അറിയാത്തത് കൊണ്ടാണ്. റാം എന്ന് പറഞ്ഞ് മരിച്ചുപോയ ഗാന്ധിജിയേക്കാൾ വലിയ ഹിന്ദു ഒന്നും ഇന്ത്യയിലില്ല, ഇപ്പോഴും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകണില്ല. അപ്പോൾ ഇന്ത്യയുടെ ആത്മാവിൽ മതമുണ്ട്. 4599 മതങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ആ ആത്മാവിൻ്റെ കൂടെ ഞാൻ അവരോട് വെല്ലുവിളിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഷാജി നോവിച്ചു എന്ന് പറയുന്ന ഒരു വാക്കെന്താണ് അവർക്ക് കൊണ്ടുവരാൻ പറ്റാത്തത്? അപ്പോഴല്ലേ വർഗീയവാദിയാവുക. പിന്നെ എൻ്റെ മതത്തിനകത്ത് ഞാൻ SDP മുസ്ലിം തീവ്രവാദം പറഞ്ഞപ്പോൾ എതിർത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയോട് ഞാൻ ഐഡിയോളജിക്കലായിട്ട് വിയോജിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കത് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ ആ ഐഡിയോളജിക്ക് വിയോജിപ്പ് നിലനിർത്തുന്നു, സ്വാഭാവികമാണല്ലോ, വ്യത്യസ്തമായ സംഘടനകളല്ലേ, അതൊക്കെ നിർത്താറുണ്ട്. ഈ വെൽഫെയർ പാർട്ടി ആ എതിർപ്പുകളെ മാറ്റിവെച്ച് കൂടെ ഉണ്ട് തന്നെയാണ് കരുതുന്നത്. അവരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചല്ലോ, അവർ പരസ്യമായിട്ട് തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങളതിൽ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ രണ്ട് സംഘടനകൾ തന്നെയാണ്. ആ വിയോജിപ്പുകൾ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എന്നിട്ടും വെൽഫെയർ പാർട്ടി ഇടതുപക്ഷ സർക്കാരിനെതിരെ എടുത്ത സമീപനത്തിൻ്റെ ഭാഗമായി അവർ വോട്ട് ചെയ്യുമെന്ന് പറയുന്നു. ഞങ്ങളതിനെ അത് നിഷേധിക്കാനോ ഞങ്ങളതിനെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. SDP-യുടെ വോട്ട് വേണ്ടെന്ന് മാത്രമാണ്. ഒരാളെ വോട്ടും വേണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയുന്ന സാഹചര്യത്തിൽ ആ വ്യത്യാസമുണ്ട്. ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാനിത് പറയുന്ന ചില വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്. ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇതാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം, ഒരു തീവ്രവാദിയുടെയും ഒരു ഭീകരവാദിയുടെയും വോട്ട് ഞങ്ങളെ സംബന്ധിച്ചത് ആവശ്യമില്ല. എങ്ങനെയാണ് ഭൂരിപക്ഷത്തിൻ്റെ പ്രതീക്ഷ? ഭൂരിപക്ഷത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണത്. നമ്മൾ ആളുകളുടെ വോട്ട് ചെയ്യാനുള്ളവരുടെ ഒരു അവകാശത്തെ വെല്ലുവിളിക്കലാണ്. അങ്ങനെ അതിൽ ഞങ്ങളില്ല. ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. എനിക്ക് സബാഹിൻ്റെ അടക്കം വോട്ട് കിട്ടണമെന്നാണ് ആഗ്രഹമുള്ളത്. അതാണ് ഈ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. അതല്ലാതെ മുമ്പ് മത്സരിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്നത് പോലത്തെ ഒരു സംശയം ഇവിടെ ഇല്ല, ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ള കാര്യത്തിൽ. ആ ഒരു ഒരു ത്രില്ല് പോയി എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ SDP എതിരാളിയായി വന്നതോടുകൂടെ ഇപ്പം ഞാൻ മത്സരിക്കുന്നത് SDP-യുടെ സ്ഥാനാർത്ഥിയോടാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു കുഴപ്പമൊന്നുമില്ല. SDP സ്ഥാനാർത്ഥിയോടാണ് മത്സരിക്കണമെന്നുള്ളതുകൊണ്ട് ത്രില്ല് കുറച്ച് കൂടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ആണെങ്കിൽ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. വേങ്ങരയിൽ ജയം ഉറപ്പിച്ചു തന്നെയാണ്, പ്രതീക്ഷയോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വേങ്ങരയിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.